ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഇത് കണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്ര സിമ്പിൾ ആണെന്ന്. പക്ഷേ ഈ ഒരു ഐറ്റം ഭയങ്കര ആയിട്ട് എനിക്ക് ഒരുപാട് ഗുണം ചെയ്ത ഐറ്റമാണ്. ഞാൻ ഒരുപാട് നാൾ ഈ ഒരു ഐറ്റത്തിലാണ് ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവർക്കെല്ലാം അറിയാതിരിക്കാൻ കുറേ പേർക്ക് ഇതിൻ്റെ അപാര ക്വാളിറ്റിയാണ് ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സാധനം കണ്ടേ അയ്യേ ഇതാണോ എന്ന് ചോദിക്കും. പക്ഷേ ഇത് ഒരു കിടിലൻ സാധനമാണ്. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നിലവിൽ വീഡിയോസിന് ഡബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കണ്ടൻസർ മൈക്ക്. എൻ്റെ അടുത്ത് വേറെ ഉണ്ട്, പക്ഷെ അത് ഡെസ്ക്ടോപ്പ് വേണം. ഇതെന്ന് പറയുന്നത് കണ്ടൻസർ അല്ല, ഇത് വൈഫൈ മൈക്കാണ്. അതെല്ലാവർക്കും അറിയാവുന്ന പോലെ വൈഫൈ ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കാണ്. ഇത് എൻ്റെ കയ്യിൽ പഴയതുണ്ടായിരുന്നു. ഞാൻ ഇത് കംപ്ലൈൻറ്റ് പെട്ടെന്ന് വരുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരും പെട്ടെന്ന്. അപ്പോൾ അതിൻ്റെ വയറാണ് പ്രശ്നം വരുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ വയറ് നമ്മളൊന്ന് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതിൻ്റെ വില വരുന്നത് 1549 രൂപ. 1549 രൂപ എന്ന് പറഞ്ഞാൽ ഇതിന് 2000 രൂപയാണ് പുറത്ത്. ആപ്പിളിൻ്റെ ഐറ്റമാണ്. അപ്പോൾ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സൈറ്റുകളിലും അവിടെയെല്ലാം 2000 രൂപയാണ് ഐറ്റം. ഞാനിത് ഇപ്പോൾ വോയിസ് ഓവറിന് വേണ്ടി മാത്രം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, കാണുന്നവർക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. ഇതാണ് ഐറ്റം. ഇത് വേറെ ലെവൽ സാധനമാണ് ഗൈസ്. ഇത് വെച്ച് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അയ്യവാ, കിഡിലൻ. ഇത് ഞാൻ പാട്ട് കേൾക്കാനോ മാത്രമായിട്ട് മേടിച്ചല്ല. ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യണ സമയത്തും നമുക്ക് വീഡിയോസിന് വോയിസ് ഓവർ ചെയ്യാനും കിഡിലനാണ്. ആള് ഇത്ര ഉള്ളൂ എന്ന് നിങ്ങൾ കരുതണ്ട, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഒരു രക്ഷയില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പോലും ഇത് വെച്ച് സംസാരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവർ നമ്മൾ വീട്ടിൽ റൂമിലിരുന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുള്ളൂ. ഒട്ടും നോയ്സ് കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യില്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള ബോർഡ് അത്ര ക്വാളിറ്റിയാണ്. ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഈ ഒരു മൈക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. പിന്നെ ഇതിൻ്റെ വയറ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിങ്ങൾ നന്നായിട്ട് എടുത്തു നോക്കുക. അതേപോലെ ഈ ഭാഗത്ത് രണ്ട് സ്ഥലത്തും വലിഞ്ഞ് പൊട്ടാതെ നോക്കുക. ഇത് ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് നമ്മളിത് സേഫാക്കി ഒരു പൗച്ചിലാക്കി വെക്കണം. നമുക്കിപ്പോൾ ഇതേപോലെ കണ്ണട കവറുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അത് ഈ ഒരു കവറിൽ ഇട്ട് വെച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. നമ്മളത് കൊണ്ടെടുക്കുന്ന പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഈ ഒരു മൈക്ക് ഞാൻ കൊണ്ടെടുക്കുന്നത് ഈ ഒരു കണ്ണട കവറിലാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വോയിസ് ഡബ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുവാണ്. ഇത് ഫോണിൽ കണക്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഔട്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഇത്ര നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് TX എന്ന മൈക്കിലാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ ഓഡിയോ ഔട്ട് കേൾപ്പിച്ചു തരാം. ഞാൻ ഇത് ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഈ മൈക്ക് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു മൈക്കിലാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചത് റിലയൻസ് ഡിജിറ്റലിൽ നിന്നാണ്. 2000 രൂപയാണ് ആപ്പിൾ സ്റ്റോറിൽ നിന്ന്. പക്ഷേ ഞാൻ റിലയൻസിൻ്റെ ഓൺലൈൻ വഴിയാണ് ഓർഡർ ചെയ്തത്. ഇയർപോഡ്സ് ലൈറ്റ്നിങ് കണക്ടർ എന്നാണ് ഇതിൻ്റെ. ലൈറ്റ്നിങ് കണക്ടറുള്ള ഇയർപോഡാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ്